ഇതിലൊക്കെ ഒരു ഹായ് പറ. ഹലോ. ഈ ഹായ് പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഞങ്ങളെല്ലാവരും കൂടെ കോട്ടയ്ക്ക് പോവാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇമ്മക്കുട്ടിയും കൂടെ ഫസ്റ്റ് ആയിട്ടാണ് ഇത്രയും ദൂരം ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ബസ് വന്നപ്പോൾ തന്നെ ഇമ്മക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം എൻ്റെ മടിയിലിരുന്ന് കുലുങ്ങി പോയപ്പോഴുണ്ട് സീറ്റ് അത്ര ശരിയില്ലല്ലോ എന്ന് ആൾ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ച് നേരമൊക്കെ പിടിച്ചിരുന്നു. പിന്നെ എന്നെ നോക്കിയിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ, അമ്മ മാറിയിരിക്കെ, എനിക്ക് സീറ്റ് വേണമെന്നായി. അങ്ങനെ എൻ്റെ സീറ്റിൽ ആൾ കയറിയിരുന്ന് അമ്മമ്മയോട് വർത്തമാനവും കാഴ്ചകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പായി. പാലക്കാട് എത്തിയതും ഞങ്ങൾ ആദ്യം ഒരു ജ്യൂസൊക്കെ കുടിച്ചൊന്ന് സെറ്റായി. പക്ഷേ ഇമ്മക്കുട്ടിക്ക് ജ്യൂസ് കുടിക്കാൻ അറിയണില്ല. പിന്നെ നമ്മൾ കോട്ടയിലേക്ക് കയറി. ഹായ്, എന്ത് ഭംഗി! പണ്ട് ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. യാത്രകൾ എന്നും മനോഹരമാണ്. പക്ഷേ യാത്രകളെ മനോഹരമാക്കുന്നത് അവിടെയുള്ള സ്ഥലങ്ങളല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ളവരാണെന്ന ഇവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ചിരി, എന്തൊക്കെ കൊടുത്താലും കിട്ടാത്ത ആ ഒരു സന്തോഷം. ഞാനിവിടെ വന്ന സമയത്തൊന്നും ഇത്രയും മീനും ആമയും അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ നിറയെ മീനുകളും ആമകളുമായിരുന്നു. ഇമ്മക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി. കുറേ നേരം അതിനെ നോക്കി നിന്നു. മീനുകളെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോട്ടയ്ക്കകത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോയി. ഇത് പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ്. ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ ഹൈദരലി 1766 പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. പിന്നീട് ഈ കോട്ട ബ്രിട്ടീഷുകാർ പുനരുദ്ധരിച്ചു. ഈ കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് സംരക്ഷിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട് കോട്ട. ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. കാരണം 2 വർഷം മുൻപ് ഞാനിവിടെ വരുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും വരാനൊരു ചാൻസ് കിട്ടിയത്. ദാ ഇപ്പോൾ ആളെൻ്റെ കയ്യും പിടിച്ച് ഓടിച്ചാടി നടക്കാനായി. എന്താലേ, എത്ര വേഗം സമയം പോകുന്നത്. ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെടുത്തു കൊടുത്തു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. ഇനി കുറച്ച് നേരം നമ്മുടെ ഇമ്മക്കുട്ടിയുടെ ഐസ്ക്രീം തീറ്റ കാണാം. ഇതെങ്ങനെ കഴിക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. അമ്മമ്മയ്ക്ക് വേണോ, ആർക്കെങ്കിലും വേണോ എന്ന്. നല്ല തണുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് നക്കി കഴിച്ചു. ഞാൻ വിചാരിച്ചു കഴിക്കില്ല എന്ന്, പക്ഷെ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് NMR ബിരിയാണി കഴിക്കാനാണ്. അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ പാഴ്സൽ ബുക്ക് ചെയ്ത് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് അവിടെ കളർ മീനുകൾ കണ്ടത്. ഇമ്മക്കുട്ടിയുടെ സന്തോഷം കണ്ടോ, എല്ലാത്തിനെയും പിടിക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.